എറണാകുളം ജില്ലയിൽ 13 പാലങ്ങൾ അപകടാവസ്ഥയിൽ. എറണാകുളം ജില്ലയിൽ തന്നെ പൊതുമരാമത്ത് വകുപ്പ് കണ്ടെത്തിയിട്ടുള്ള അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന് അവർ തന്നെ കണ്ടെത്തിയിട്ടുള്ള പാലങ്ങളാണ്. എപ്പോഴും നമ്മളൊരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോഴാണ് അതിന് പേരിൽ ഭയങ്കര സത്വരമായ നടപടികളും അതിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. അത്താണി പാലം, കണ്ണക്കടവ് പാലം, അങ്ങനെ നിരവധി പാലങ്ങൾ നമുക്കവർ തന്നിട്ടുണ്ട്. നമസ്കാരം, നന്മ 24ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കൂടെ ചേരുന്നത് പ്രമുഖ വിവരാവകാശ പ്രവർത്തനമായിട്ടുള്ള രാജു വാഴക്കാലയാണ്. നമ്മൾ മിക്കവാറും കാണാറുണ്ട് ചാനൽ ചർച്ചകളിലും. അതുപോലെ തന്നെ വിവരാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളുടെയും വീഴ്ചകളുണ്ടാകുമ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിക്കാനും അത് അറിഞ്ഞ് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നതിനൊക്കെ ഒരുപാട് നല്ല പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഏതായാലും രാജു വാഴക്കാലൊക്കെ നന്മ 24ലേക്ക് സ്വാഗതം. ഇന്ന് രാജു വാഴക്കാല നമ്മുടെ കൂടെ ചേരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ പൊതുമരാമത്തിൻ്റെ 13 പാലങ്ങൾ പൊളിച്ചു നീക്കേണ്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപകടാവസ്ഥയിലായ ആ 13 പാലങ്ങൾ പൊളിച്ചു നീക്കണം എന്ന് വിവരാവകാശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള വിവരം രാജു വാഴക്കാലയുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ പാലങ്ങളാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം ജില്ലാ ആസ്ഥാനം, അതുപോലെ തന്നെ IT നഗരം, ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തേക്ക് കിഴക്കൻ മേഖലയായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണ് അത്താണി. അതും ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന രീതിയിലാണ് ആ ഒരു പാലത്തിൻ്റെ അവസ്ഥ. ആ പാലം ഉൾപ്പെടെ ഈ പൊളിച്ചു നീക്കേണ്ട എണ്ണത്തിലുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏതായാലും രാജു വാഴക്കാല എടുത്ത് ചോദിക്കാം. രാജു വാഴക്കാല, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ താങ്കൾ മിക്കവാറും ജനങ്ങളുടെ ശ്രദ്ധയിലും അതുപോലെ തന്നെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ചൂണ്ടിക്കാണിക്കാനൊക്കെ എന്നും താങ്കൾ മുന്നിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിവരാവകാശവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്? അതായത് എറണാകുളം ജില്ലയിൽ തന്നെ പൊതുമരാമത്ത് വകുപ്പ് കണ്ടെത്തിയിട്ടുള്ള അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന് അവർ തന്നെ കണ്ടെത്തിയിട്ടുള്ള പാലങ്ങളാണ്. അതായത് 13 പാലങ്ങളോളം എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട്. ഇപ്പോൾ പ്രദീപ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എറണാകുളം ജില്ലാ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കളക്ട്രേറ്റും IT നഗരമൊക്കെ സ്ഥിതി ചെയ്യുന്ന നമ്മൾ കുമാരപുരം റോഡിൽ, മൂവാറ്റുപുഴ റോഡിൽ അത്താണി പാലം അടിയന്തരമായിട്ട് പൊളിച്ചു നീക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വർഷങ്ങളായിട്ട് തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ അവർ തന്നെ കണ്ടെത്തിയിരുന്നു. പക്ഷെ അത് ഇപ്പോഴും പൊളിച്ചു നീക്കി ഒരു പുതിയ പാലം പണിയാനുള്ള ഒരു പ്രവർത്തനം പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എപ്പോഴും നമ്മളൊരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോഴാണ് അതിന് പേരിൽ ഭയങ്കര സത്വരമായ നടപടികളും അതിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അത് പിന്നീട് നടക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ, മികച്ച രീതിയിൽ ഒരു പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ് പൊതുമരാമത്ത്. നമ്മളൊരു കേരളത്തിലെ പാലങ്ങളാണെങ്കിലും റോഡുകളാണെങ്കിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനൊരു ചെറു കല്ലുകടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പൊതുമരാമത്ത് വകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അത് മറ്റു ജനങ്ങളാരുമല്ല, അവർ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഈ പൊളിച്ചു നീക്കേണ്ട 13 പാലങ്ങൾ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്. അപ്പോൾ അത് പൊളിച്ചു നീക്കുന്നതോടൊപ്പം തന്നെ ബദൽ മാർഗങ്ങൾ കണ്ടെത്തി ഈ പൊളിച്ചു നീക്കി സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിലുള്ളൊരു പാലം അടിയന്തരമായിട്ട് നിർമ്മിച്ചില്ലെങ്കിൽ ഇതിലൂടെ വലിയ വലിയ വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോറസ്, അത് നമ്മളിപ്പോൾ ഒരു പാലം നമ്മുടെ തൊട്ടടുത്തായതുകൊണ്ട് ആ പാലത്തെ നമ്മൾ പറയുന്നത്. ഇതോടൊപ്പം തന്നെ കൊച്ചിയിലാണെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന തൊട്ടടുത്തായതുകൊണ്ട്. അപ്പോൾ അത്താണി പാലം, കണ്ണക്കടവ് പാലം, അങ്ങനെ നിരവധി പാലങ്ങൾ നമുക്കവർ തന്നിട്ടുണ്ട്. അവർ തന്നെ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാലങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടാകല്ലേ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അപകടം ഉണ്ടായതിനു ശേഷം നമ്മൾ അതിനേറെ എല്ലാ ഉദ്യോഗസ്ഥരെ പഴിക്കുകയും സർക്കാരിനെ പഴിക്കുകയും അതിനെയൊക്കെ സത്വ നടപടികളിലേക്ക് പോകും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ ഇനിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അത് അടിയന്തരമായിട്ട് പൊളിച്ച് നീക്കി നിർമ്മിക്കുകയും അതിന് വേണ്ടപ്പെട്ട ഫണ്ടുകളില്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുമായി ചർച്ച ചെയ്ത് അതിന് ഫണ്ട് അലോക്കേഷൻ നടത്തി പോയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു വാഹനം സഞ്ചരിക്കുന്ന സമയത്താണ് ആ പാലം തകർന്നു വീഴുകയും നമുക്കറിയാം എത്രയോ ജീവഹാനികൾ സംഭവിക്കും. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഈ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും രാജു വാഴക്കാല ചൂണ്ടിക്കാണിച്ചതും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചതൊക്കെ നമ്മൾ കാണാറുണ്ട്. മിക്കവാറും പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. അത് ബന്ധപ്പെട്ടവരുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ നല്ലൊരു ചർച്ചയാവുകയും അത് പരിഹരിക്കാനായിട്ട് ഗവൺമെൻറ് അത് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്.
ഏതായാലും രാജു വാഴക്കാലയുടെ ഇതുപോലുള്ള ഒരുപാട് നിരവധി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. തീർച്ചയായും ഗവൺമെന്റ് ബന്ധപ്പെട്ട അധികാരികൾ ഈ ഒരു നിലവിൽ ഒരു അപകടം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പൊളിച്ചു മാറ്റേണ്ട, അടിയന്തരമായി പൊളിച്ചു മാറ്റേണ്ട, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ IT നഗരമായിട്ടുള്ള തൃക്കാക്കരയിലെ തന്നെ അതിരൂക്ഷമായി വളരെ അപകടകരമായിട്ട് ഉള്ള ഒരു നമ്മുടെ സ്ക്രീനിൽ കാണാം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് കാണാം, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് കാണാം. ഈ റോഡിന്റെ നടുക്ക് തന്നെ വലിയൊരു ഗർത്തം കാണാം. ആ ഹോളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ താഴത്തോടി പോകുന്ന ആ വെള്ളം പോകുന്നവരെ കൃത്യമായിട്ട് കാണാം. അത്രത്തോളം ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് അതിലൂടെ പോയി. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വീഗാലാൻഡിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വാഹനം, അത് മൂവാറ്റുപുഴ റോട്ടിലേക്ക് നമ്മൾ കാക്കനാട് നടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണ്. ആ പാലം എന്ന് വെച്ചാൽ നമുക്കറിയാം അതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിയാൽ നമുക്ക് ഇറക്കത്തോട്ട് ഇറങ്ങി ചെന്നിട്ട് ഉള്ള പാലമായതുകൊണ്ട് കൂടുതൽ അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. ആ പാലം ആണ് തകർന്നിരിക്കുന്നത്. അത് അടിയന്തരമായിട്ട് പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കേണ്ടത് സമയം തന്നെ അതിക്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇനിയും ഒരു വീഴ്ച വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. ശരി, അപ്പം സൂചിപ്പിച്ചത് ഒരുപാട് ടൂറിസ്റ്റുകൾ നമുക്കറിയാം വണ്ടർലയ്ക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്, അതുപോലെ തന്നെ കിഴക്കൻ മേഖലയും എറണാകുളം സിറ്റിയായിട്ട് കണക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട റോഡ്. നിരവധി വാഹനങ്ങൾ പോകുന്നു, ലോഡ് കയറ്റി വലിയ വാഹനങ്ങളൊക്കെ പോകുന്ന റോഡാണ്. അതുകൊണ്ട് അടിയന്തരമായും ഈ ഒരു ശോചനീയാവസ്ഥ ഇത് പൊളിച്ചു മാറ്റി പുതിയത് എത്രയും പെട്ടെന്ന് നിർമ്മിക്കേണ്ടതുണ്ട്. ഏതായാലും രാജു വാഴക്കാലയുടെ ഇതുപോലുള്ള ഒരുപാട് നിരവധി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.